ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി. ചികിത്സയ്ക്കെത്തിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. ലിഫ്റ്റിൽ തകരാറുണ്ടെന്ന് മുന്നറിയിപ്പ് എഴുതി വെച്ചിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. എ ഗിരീഷ് തിരുവനന്തപുരം നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ഗിരീഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ ഗിരീഷ്. SKN തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് രോഗി ലിഫ്റ്റിൽ 2 ദിവസം കുടുങ്ങിയ സംഭവം ഉണ്ടായത്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ലിഫ്റ്റിൽ കയറിയ രോഗിയെ ഇത് കണ്ടെത്തിയത് ഇന്ന് രാവിലെ 6 മണിക്കാണ്. തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. ഇദ്ദേഹം ശനിയാഴ്ച ഓർത്തോ വിഭാഗത്തിൽ ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു. അദ്ദേഹം തനിച്ചാണ് വന്നത്. തുടർന്ന് ലിഫ്റ്റിൽ കയറി. എന്നാൽ ലിഫ്റ്റിൽ പകുതി വഴി ലിഫ്റ്റ് സ്റ്റക്കാവുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ ഫോൺ ചെയ്തെങ്കിലും ആ ഫോണിൽ തിരിച്ച് പ്രതികരണം ഉണ്ടായില്ല. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി. ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ പിതാവിനെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മകൻ ഹരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയത്. ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തി തുറന്നപ്പോഴാണ് രവീന്ദ്രൻ നായരെ കണ്ടത്. ലിഫ്റ്റ് തകരാർ ഉണ്ടെന്ന് മുന്നറിയിപ്പ് എഴുതി വെച്ചിരുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ഇദ്ദേഹത്തെ അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് SKN. ഓക്കെ ഗിരീഷ്, എന്തായാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആം, ആം, ഗിരീഷ്, നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ശേഖരിക്കാൻ കഴിഞ്ഞോ? കാരണം ഇദ്ദേഹം ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന സ്റ്റേജിലാണോ? ഇദ്ദേഹം ബോധമില്ലാതെ എങ്ങാനും ലിഫ്റ്റിൽ വീണു പോയതാണോ? എന്താണ് വിവരം? ഈ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നതല്ലാതെ രോഗികൾ പറയുന്ന എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടിയോ? SKN അദ്ദേഹത്തിന്റെ മകൻ ഹരിയുമായി നമ്മൾ സംസാരിച്ചു അല്പം മുമ്പ്. ഹരി പറഞ്ഞത് ഇത്തരത്തിൽ ലിഫ്റ്റിൽ കയറി ഓർത്തോ വിഭാഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ലിഫ്റ്റിൽ കയറി. എന്നാൽ പാതി വഴിയിൽ വെച്ച് ലിഫ്റ്റ് തകരാറിലാവുകയായിരുന്നു. തുടർന്ന് പലതവണ ലിഫ്റ്റിൽ ഇടിച്ചെങ്കിലും ആരും എത്തിയില്ല. മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫോണിന്റെ ചാർജ് തീർന്നു. ഇതേ തുടർന്ന് ഫോണിലും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം ആ ലിഫ്റ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു. തുടർന്ന് അവശനിലയിലായി. പക്ഷേ അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ അദ്ദേഹം സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതരും അദ്ദേഹത്തിന്റെ മകനും പറയുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ഒരു വീഴ്ചയിലേക്കാണ് കുടുംബം വിരൽ ചൂണ്ടുന്നത്. കാരണം ഒരു ലിഫ്റ്റിലേക്ക് രോഗി കയറുമ്പോൾ ആ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നതാണോ തകരാറുണ്ടോ എന്നുള്ള കാര്യം അവിടെ എഴുതി വെക്കാറുണ്ട്. സാധാരണഗതിയിൽ തകരാറുണ്ടെങ്കിൽ അത്തരം മുന്നറിയിപ്പ് ബോർഡുകൾ അവിടെ സ്ഥാപിക്കാറുണ്ട്. ഇതൊന്നുമില്ലാതെ പ്രത്യേകിച്ചും ഓർത്തോ വിഭാഗത്തിലേക്ക് എത്തുന്ന നിരവധി ആൾക്കാരുണ്ട്. നടന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്താൻ പറ്റാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലിഫ്റ്റിലേക്ക് കയറുക, കാണാതായി എന്ന് പരാതിപ്പെട്ടിട്ട് പോലും ഈ ഭാഗത്തേക്ക് ഒന്ന് നോക്കുന്നതിനോ ഈ ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനോ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് മകൻ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇദ്ദേഹത്തെ കാണാനില്ല എന്ന പരാതി മെഡിക്കൽ കോളേജ് പോലീസിലും നൽകിയിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ കാര്യമായ അന്വേഷണം ഉണ്ടായില്ല. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇദ്ദേഹം എത്തിച്ചേർന്നോ ഇല്ലയോ എന്നുള്ള സംശയമാണ് ബന്ധുക്കൾക്കുണ്ടായിരുന്നത്. ഏതായാലും ഈ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ പരിസരങ്ങളിലും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നടത്തിയത്. ഇങ്ങനെ തിരച്ചിൽ നടക്കുമ്പോഴാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ഇത്തരത്തിൽ ഒരു അറിയിപ്പ് വരുന്നത്. 6 മണിക്ക് രാവിലെ ലിഫ്റ്റ് തുറക്കാനെത്തിയ ലിഫ്റ്റ് ഓപ്പറേറ്ററാണ് ഇദ്ദേഹത്തെ അവശനിലയിൽ ലിഫ്റ്റിനുള്ളിൽ ഇരിക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് പെട്ടെന്ന് തന്നെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇദ്ദേഹം ഇപ്പോഴും ബോധവാനാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരു രോഗി 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് കേടായിരുന്നു, പക്ഷേ അത് അവിടെ എഴുതി വെച്ചിരുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന് ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്.